അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ എത്ര നമ്പർ നോക്കിയില്ലല്ലോ ഒരു മിനിറ്റ് നമ്പർ നോക്കാതെ വ്ളോഗ് ചെയ്യണത് എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 86 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2, 2024 ഞായറാഴ്ചയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 11:45 കഴിഞ്ഞിട്ടുണ്ട്. ഈ 11 മണിക്ക് ലോഞ്ച് ചെയ്ത് ആദ്യത്തെ 3/4 മണിക്കൂർ ഓർഡർ അടിച്ചില്ല. ചിലപ്പോൾ ഇവിടെ നിൽക്കൊണ്ടായിരിക്കും. നേരെ പൂജപ്പുരം എന്നോട് എപ്പോഴും പോലെ പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 11 to 4 മണി വരെയാണ്. അപ്പോൾ 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ പോയി. അപ്പോൾ ഈ 3 മണിക്കൂറിൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം അല്ലേ. പോയി നോക്കാം. അപ്പം വേറെ ഒന്നും പറയാനില്ലോ. വേറെ നീ പറഞ്ഞോട്ടെ നിനക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് പറയാനുണ്ട്? അടിച്ച് പൊളിക്കണ്ട. പിന്നെ എന്ത് പറഞ്ഞു? നീ പറ, എന്ത് പറയണം? വേറെ എന്തെങ്കിലും പറയാം. ഇപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണ്ട ഗായ്സ്. മതിയാ? വെക്കേഷൻ കഴിയാറായി. സ്കൂളിൽ പോകണം ഇങ്ങോട്ട്. മതിയാ? എല്ലാ വെക്കേഷൻ എല്ലാം കഴിഞ്ഞല്ലേ. ഇതോട്ട് സ്കൂളിൽ പോകണം. ഭയങ്കര ബിസിയാവും ഫാമിലിയൊക്കെ. അപ്പോൾ ഇതോട്ട് പിള്ളേരെ കൊണ്ട് സ്കൂളിലാക്കണം, വിളിച്ചുകൊണ്ട് വരണം. പിന്നെ ഫീസ് അടയ്ക്കണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, യൂണിഫോം വാങ്ങണം. അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും പൈസ സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ജോലി ചെയ്ത് പറ്റൂ. നമുക്കിപ്പോൾ ജോലി ചെയ്ത് പറ്റൂലേ. നമുക്ക് ആനുവൽ ലീവ് ഒന്നുമില്ല. പണ്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. ജോലിക്ക് എന്നിറങ്ങി അന്നോട്ട് ലീവേ ഇല്ല. ലീവ് ഉണ്ട്, ഞായറാഴ്ച ലീവ് എടുക്കാം, അത്ര തന്നെ. അല്ലാതെ 1-2 ദിവസം ലീവ് എടുക്കാം. അല്ലാതെ ഈ ആനുവൽ ലീവ് നമുക്കില്ല അല്ലേ. 2 മാസം ലീവ് ഒന്നും. അതൊക്കെ ഒരു കാലമായിരുന്നല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ ആലോചിക്കുകയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴാ സ്കൂൾ കഴിഞ്ഞ് ജോലിക്ക് പോകാമെന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂൾ മതി തോന്നിപ്പോൾ. കാരണം 2 മാസം ലീവുണ്ട്, ആഴ്ചയിൽ 2 ലീവുണ്ട്. ഭയങ്കര ജോളിയായിരുന്നു. ഇപ്പോഴത്തെ സ്കൂൾ പഴയ പോലെയില്ല, ഭയങ്കര പ്രഷറാണ്. പണ്ടൊക്കെ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു, നല്ല കളിക്കാം, കുറച്ച് പഠിച്ചാൽ മതി. ഇപ്പോഴൊക്കെ ഫുൾ ടൈം പഠിച്ചാൽ മാത്രമേ നല്ല പോലെ മാർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ മാർക്ക് എടുത്താൽ മാത്രമേ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ, റേസിംഗ് ആയിപ്പോയി. റേസിംഗ് മത്സരം. അതുകൊണ്ട് പഠിക്കുകയോ പെട്ടെന്ന് ജോലിക്ക് കയറുകയോ സെറ്റിലാകുമോ എന്നൊരു ഓട്ടത്തിൽ നിൽക്കുകയാണ് എല്ലാം ചേർന്ന്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി നമ്മുടെ സിസ്റ്റം. കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരേ ഒരു വഴിയുള്ളൂ, ഇഷ്ടപ്പെട്ട ജോലി ഇപ്പോൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഇഷ്ടം അത് ചൂസ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യം പഠിക്കുക, അത്ര തന്നെ. +2 ആയാലും ഡിഗ്രി ആയാലും നിങ്ങൾ ചുമ്മാ കയറി അവൻ പഠിക്കുന്നത് ഇവൻ പഠിക്കുന്നത് പഠിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുക. പഠിച്ച് അതിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യണമെന്ന് അറിയില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യും. അതൊരു ജോലിയായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ. ചുമ്മാ ഒരു ഡിഗ്രി എടുക്കണം, ജോലിക്ക് പോകണമെന്നുള്ള ഐഡിയ വെക്കാൻ പാടില്ല. ഇഷ്ടപ്പെട്ടത് പഠിക്കുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, കുറേ പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല സന്തോഷമായിരിക്കും, പ്രഷർ കാണില്ല, ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ക്യാമറയ്ക്കകത്ത് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പേര് ഇത് ബ്ലൂടാക്ക് എന്തോ പറയുമല്ലോ. അപ്പോൾ ഇതിന് 150 രൂപ അടുത്ത് ആയിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയത്ത് സൂപ്പറായിട്ട് വ്ളോഗ് ചെയ്യാം. ഒറ്റ തുള്ളി വെള്ളം അകത്ത് പോകില്ല. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി മഴയത്തും വ്ളോഗ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ടല്ലേ. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറ. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. വിഷയമുണ്ട്. എന്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ട ഇൻട്രോ വീഡിയോ ഡേറ്റ് വേറെയാണ്. ഇപ്പോൾ ഞാൻ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഡേറ്റ് വേറെയാണ്. അപ്പോൾ ആദ്യം എടുത്ത ഇൻട്രോയുടെ കൂടെയുള്ള വീഡിയോസിനൊന്നും മൈക്ക് കറക്റ്റായിട്ട് കണക്ട് ആകാത്തതുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അത് എഡിറ്റിംഗ് സമയത്താണ് ഫുൾ മനസ്സിലായത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റി, ഫുൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇപ്പം ഒന്നേന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 86 തന്നെ. ഡേറ്റ് മാത്രം ജൂൺ 4 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ആയിട്ടാണ്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ വരെ കംപ്ലൈൻറ്റ് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് എന്തൊക്കെ പറഞ്ഞറിയാമോ, പറഞ്ഞെല്ലാം വേസ്റ്റായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, ചില സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ വരും. അപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യേണ്ട തന്നെ. എന്താണ് ഫോൺ കംപ്ലൈൻറ്റ്, ഇത്രയും ഭാഗം ഡിസ്പ്ലേ ഇല്ല. എന്തായാലും പൈസ ഇട്ട് മാറ്റിയേക്കാം, അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത്രയും ഭാഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഊഹം വെച്ച് ഇങ്ങനെ ഉപയോഗിച്ച് പോകണം. നേരെ എങ്ങോട്ട് പോകാൻ, ഇവിടെ നിന്ന് ഓർഡർ അടിക്കോ, മണി 11:45. ഓക്കെ, ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ട സ്വിച്ച് ഇവിടെ ഇവിടെ ഓക്കെ കറക്റ്റ്.
തറവാട്ടൽ റെസ്റ്റോറൻറ്റ് ഇവിടെ നടത്തിയ പൂജപ്പുര അപ്പോൾ അങ്ങോട്ട് കാക്കത്തൂറിയാ. അയ്യ എന്തോന്നത്, ജോലി തുടങ്ങിയതേ ഉള്ളൂ അതിനുമ്പ് പണി തന്നാ. നല്ല എറണാണല്ലോ. ശരി, കാക്കത്തൂറിന് ഭാഗ്യമാണെന്ന് ചോദിച്ചാൽ മതി അല്ലേ. വാ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ, അടിച്ചു കയറി വാ, കമോൺ എല്ലാരും അടിച്ചു കയറി വാ. കൊണ്ട് വണ്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. വാ ചന്ദനക്കാട്രേ ചെന്തമിഴൂട്രേ. റീച്ച് ലൊക്കേഷൻ കൊടുത്തോക്കാം. റെഡി ആയില്ല, 11 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിനുമ്പായിട്ട് ചെറിയ കാര്യമുണ്ട്. കാക്ക കാണിച്ച വേല തന്നെ കാക്ക തൂറിയതൊന്ന് കഴിവേക്കാം, വെള്ളം വെച്ചെന്ന്. ഇതാന്ന് കാണിക്കണം നിങ്ങളൊക്കെ. കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യണത്. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ എടുക്കാം. ബാ കമോൺ. 008. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റി കഴിച്ചിട്ടുണ്ട്. പിക്കഡ് ഓർഡർ. ഓക്കെ, പയ്യ വയ്ക്കണ ചട്ടിച്ചോറാണ് പൊട്ടിക്കളയിൽ. ഓക്കെ, ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് എന്തോ സന്തോഷം കേട്ടോ. സംഭവം കയ്യിൽ പൈസ തീർന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സാപ്പാടെ ഒരു ഒപ്പറോളുണ്ടല്ലേ. കാരണം 100 ചിലവ് വരും, അതിനൊക്കെ പൈസ ആവശ്യമുണ്ട്. ഇപ്പോൾ യൂട്യൂബ് സാലറി മന്ത്ലിയാണ് പറഞ്ഞത്. ആ സാലറി ഒരാഴ്ചത്തേക്ക് തീർന്നു പോകും. പിന്നെ പറഞ്ഞത് സൊമാറ്റോ ശമ്പളമാണ്. അപ്പോൾ സൊമാറ്റോ നമ്മൾ ദിവസം ജോലിക്ക് ഇറങ്ങിയാൽ ശമ്പളമുള്ളൂ. ഒരു ദിവസം ലീവ് എടുത്താൽ ശമ്പളമില്ല. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ലീവ് എടുത്തായിരുന്നു, കാരണം വേറെ ഒന്നുമില്ല. കന്യാകുമാരി വീഡിയോ എഡിറ്റ് ചെയ്യണുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോട് കറക്റ്റാണ് പോകണം എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കവടിയാറാണ്. അവിടെ 6.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് ചട്ടിച്ചോറ് പ്ലസ് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയാണ്. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി അതെങ്ങനെ ഇരിക്കും? നമ്മളെ വീട്ടിൽ മീൻകറിയാണ്, വേറെ എന്തോ അതല്ലേ. പൂമ്പാറ്റൊക്കെ പറന്നു പറഞ്ഞു. എന്നാൽ പയ്യെ പോകണം ഇടിച്ചുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല വെയിലാണ്. നല്ല വെയിലല്ല, ഒരു വെയിൽ. എത്ര ഇടയ്ക്കിടയ്ക്ക് ക്ലൗഡി വരുന്നുണ്ട്. പെട്രോൾ അടിച്ചിട്ട് പോയല്ലോ ബസ്. 200 അടിച്ചേക്കാം. 220 ഗൂഗിൾ പേ ഉണ്ടല്ലോ. അത് ചെറിയ പ്രശ്നമാണ്. ടച്ച് സ്ക്രീനേ നോക്കട്ടെ, ഒന്നോട്ട് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ പൈസ തരാം. അയ്യോ, ടച്ച് എന്ത് വർക്ക് ചെയ്യണില്ല. ഓക്കെ, ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ഓക്കെ, പൈസ കൊടുത്തേക്കാം, ശരിയാവില്ല. ഇത് പിൻ നമ്പർ കറക്റ്റാണ് വീണില്ല. ഈട്ട ബ്ലോക്കായി പോകും. അത് ഫോൺ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഓക്കെ, പോകാം. വേറെ വിഷയമൊന്നുമില്ല. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫോൺ ആപ്പോടെ പ്രശ്നമായല്ലോ, എന്ത് ചെയ്യാൻ. ചിലപ്പോഴേ കറക്റ്റായി ഊഹം വെച്ച് ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റായി വീഴും. ചില സമയത്തൊക്കെ നമ്മൾ മറന്നു എവിടെയാണെന്നുള്ളത്. 1 എവിടെ 9 എവിടെ നിന്നൊക്കെ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും പൈസ ഒന്നും കയ്യിൽ കുറവായിരുന്നു. ആപ്പടെ ഗൂഗിൾ പേയിലാണ് പൈസ ഉള്ളത്. ശരി, കുഴപ്പമില്ല, നമുക്ക് ATM എടുക്കാം. ഷല്ലല്ല ഫോണ് കംപ്ലൈൻ്റ് ആയല്ല. നമ്മളങ്ങനെ കവടിയാർ റോഡ് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് പറയേണ്ട ആവശ്യമില്ല, സൂപ്പർ ലുക്കാണ്. 2 സൈഡ് നല്ല മരങ്ങൾ തണലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു BGM ഇട്ടേക്കാം. കമോൺ BGM. ലൊക്കേഷൻ എത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ? 82 ഹൗസ് നമ്പർ. 82 എവിടെ നിന്നാ? ഈ വലിയ വീടായിരിക്കുമോ? 82 അതേ. ദ ഹവൻ. കസ്റ്റമർ വിളിച്ചു നോക്കട്ടെ. ബെല്ലടിക്കണം. ബെല്ലടിച്ചേക്കാം. സൊമാറ്റോ ആണേ. ആ ശരിയാണ്. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോന്നാ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച മാക്സിമം ഓടിയിട്ട് ആ പൈസയിൽ ഫോൺ ശരിയാക്കണം, വാടക കൊടുക്കണം. എന്തൊക്കെ ചെയ്യാമെന്നൊരു പിടിയില്ല എൻ്റെ അമ്മോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ചെറിയ ഓർഡർ തന്നെ. സുപ്രീം പാക്കേഴ്സ് അവിടെ തന്നെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സുപ്രീം പാക്കേഴ്സാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം കാണും. നമ്മൾ സുപ്രീം പാക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാൻ കംപ്ലീറ്റ് വെയിലല്ലേ ഇവിടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. വലിയ പാർസലാണ്. എൻ്റെ അമ്മോ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അത് ഇങ്ങനെ തൂക്കി വയ്ക്കും ബാഗിൻ്റെ അകത്ത്. ചരിഞ്ഞ് വീഴുമോ ബാലൻസ് ഇല്ലാതെ? ശരി, കുഴപ്പമില്ല. ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ടീം ലീഡറാണോ? 8089. ആ, വ്ളോഗറാണ്. സൊമാറ്റോ വ്ളോഗും പിന്നെ ട്രാവൽ വ്ളോഗും ഉണ്ട്. വേറെ റെയിൻ സർജ് ആണ് കറക്റ്റ് സമയത്ത് വിടാത്തത്. ആക്ടിവേറ്റ് ചെയ്ത് ചിലപ്പം ഓർഡർ പിക്ക് ചെയ്ത സമയത്ത് അതിനുശേഷം മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡറിന് കിട്ടില്ല. അതാണ് വലിയ വിഷയം. ഫുൾ നനഞ്ഞാണ് പോകുന്നത്. 10 കിലോമീറ്റർ. അതൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം അത് മാത്രം കറക്റ്റ് നോക്കിയാൽ മതി. ബാക്കി വലിയ വിഷയമില്ല. സർജ് ചിലപ്പോൾ ഓൺ ആയിക്കോളാം. ഈ ഒരു വിഷയം മാത്രമുണ്ട്. കറക്റ്റ് പിക്ക് ചെയ്യുന്ന സമയത്ത് മഴ തുടങ്ങുകയും ചെയ്യും. നമ്മൾ പിക്ക് ചെയ്ത് കൊടുത്ത ശേഷം മഴ വിടുകയും ചെയ്യും. ശരി, ഓക്കെ പോടാ. ഓക്കെ എന്നാൽ ശരി. ഓക്കെ, ഇപ്പോൾ ടീം ലീഡറായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മെയിൻ ഇഷ്യൂ റെയിൻ സർജാണ്. ആ റെയിൻ സർജ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആവാനുള്ള ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളയാമ്പലാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ഞാൻ വായിച്ചില്ല എന്തൊക്കെയാണെന്നുള്ളത്. കുറേ ഐറ്റങ്ങളുണ്ട്, അത് വായിക്കാൻ സമയമില്ല. ഒന്നാമത് ഫോൺ പറയാൻ പ്രശ്നമായതുകൊണ്ട് വായിക്കാൻ പറ്റും നല്ലപോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വിട്ട് പോകാം. മണിപ്പോൾ കറക്റ്റ് 12 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ ഓർഡറാണ്. ഇപ്പോൾ ദിവസങ്ങൾ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് വയസ്സും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ
പൈസ മാത്രം അല്ലേ വരണേ ഇല്ല കയ്യിൽ. സാലറി പോയിട്ട് സേവിങ്സ് വരില്ല, ഏറ്റവും വലിയ പ്രശ്നം. സാലറി വരുന്നുണ്ട്, കാര്യം കഴിഞ്ഞ് പോകുന്നുണ്ട്. അത് മാത്രമാണ് പല സേവിങ്സ് വേണമെങ്കിൽ കുറച്ച് പിടിച്ചിരിക്കാൻ പറ്റുള്ള ചില കാര്യങ്ങളൊക്കെ. കാരണം ഓരോ ചിലവും പെട്ടെന്ന് വരെയാണ് പ്രതീക്ഷിക്കാതെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒന്നിലെ കടം വാങ്ങി അല്ലെങ്കിൽ ലോൺ എടുക്കും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എറിവുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് പൈസയൊക്കെ സേവിങ്സ് വേണം കയ്യിൽ. എപ്പം നോക്കിയാലും എന്തൊക്കെ ചില വന്നുകൊണ്ടിരിക്കും മാറി മാറി. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മോ എന്തൊരു പൊടി ഇത്. ഹെൽമെറ്റ് അടച്ചോണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കംപ്ലീറ്റ് പൊടി മൂക്കിൽ കണ്ണിൽ കയറിക്കളായി. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളയാമ്പലി ഇലങ്ക റോഡാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണെന്ന് തോന്നുന്നത്. വണ്ടി അങ്ങോട്ട് പോവോ? ആ വഴിയെ കൊണ്ട് പോകുമ്പോൾ ഓക്കെ, വലിയ കുഴപ്പമില്ല. വലിയ ഓർഡർ ആയതുകൊണ്ട് ബാഗ് ഇടുന്ന ആടണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ബാഗ് തറയിൽ വിടാൻ കൊള്ളാം. വിടൂല, ടൈറ്റായി വെച്ചിട്ടുണ്ട്. എന്നാലും സംശയം. C7 ആണ് ആ ഹൗസ് നമ്പർ. C6 ഇവിടെ, C7 ഇത് തന്നെ. ഓക്കെ, കസ്റ്റമർ വിളിച്ചായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് ഇത് കഴിഞ്ഞ് ഈ റൈറ്റിലാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്താ, ഇതിനകത്ത് യാത് വീട് ഒരു കാറുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കസ്റ്റമർ വിളിക്കണം. ആ ഹലോ, ആ ഇൻ്റർലോക്ക് അകത്ത് കയറിയിട്ട് എവിടെ വരേണ്ടത്? ആ അവിടെയാണ് കയറി, അവിടെയല്ലേ? ഇതാ പോരാ, ഒന്ന് ഹോൾഡ് ചെയ്യണം ഒരു മിനിറ്റേ. ഇവിടെയാണോ? ഓക്കെ ഓക്കെ. ഗൂഗിൾ പേ അല്ലേ? ക്യാഷ് ആണോ? 1659. 1659 ഒരു മിനിറ്റാ. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ എംപിയിൽ കിച്ചണാ. ശരി പോകാന്നാ. സൂപ്പർ ബൈക്കല്ലേ നമുക്ക്, ഹിമാലയയുടെ ബൈക്ക്. ഇത് ബൈക്കാണ്, ഹിമാലയ റോയൽ എൻഫീൽഡാ. പൊളിയല്ലേ, സൂപ്പർ ബൈക്ക് പോലെയാണല്ലേ? തന്നെ സൂപ്പർ ബൈക്ക് തന്നെ ഏകദേശം. അപ്പോൾ ഇതൊരു യമഹ ബൈക്കാണ്, MT-01 ഇട്ടിരിക്കുന്നത് മോഡൽ. വേറെ ഒന്നും എഴുതിയിട്ടില്ല. എൻജിൻ കണ്ടോ എൻ്റെ അമ്മോ, സൂപ്പർ പവർ ആയിക്കോട്ടെ അതൊക്കെ. അപ്പോൾ ഇതൊക്കെ റോട്ടി ഇറക്കി എങ്ങനെ ആയിരിക്കും അല്ലേ വണ്ടി പറക്കും. നമ്മളത് യമഹ FC V3 മതി, ഇതൊക്കെ മതി നമുക്കിതാണ് സൂപ്പർ ബൈക്ക് അല്ലേ. സൂപ്പർ അല്ലേ ബൈക്ക്, വേറെ രക്ഷയില്ല, അടിപൊളി അല്ലേ. അപ്പോൾ അമ്മോ ഡബിൾ എൻജിനാണല്ലേ, നമുക്ക് പൊളിയായിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 34 സംതിങ് ആണ്. രണ്ടാമത്തെ ഓർഡർ കുറച്ച് കറങ്ങി കേട്ടോ. കറങ്ങി എന്ന് പറയാൻ പറ്റില്ല, ഡിലേ ആയിപ്പോയി. അതായത് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വഴി പറഞ്ഞു തരുന്നത് അഡ്രസ്സ് പറയാനൊക്കെ ജെൻസ് കറക്റ്റായി പറഞ്ഞു തരും. ലേഡീസിന് അത് പറയാനുണ്ട്. അപ്പോൾ ലേഡീസിനൊക്കെ നല്ല മെമ്മറി പവർ കൂടുതലാണ് നമ്മളെക്കാളും. പക്ഷേ ഇതുപോലെ അഡ്രസ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് വീക്കാണ്. അവർക്ക് കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞൂടാ. സത്യം പറഞ്ഞു, കുറ്റം പറഞ്ഞല്ല, എൻ്റെ അനുഭവത്തിൽ പറയാണ്. ചില അഡ്രസ്സൊക്കെ ചോദിക്കുമ്പോൾ ജെൻസ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ലേഡീസ് ആകുമ്പോൾ മാക്സിമം അവർക്കത് പറയാൻ അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. അത് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ്, അവിടെ ജംഗ്ഷൻ ഉണ്ട്, അവിടെ ലാൻഡ് മാർക്കൊന്നും അവർ കറക്റ്റായിട്ട് ചിലർ കറക്റ്റായി പറയുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കുറേ കറങ്ങിയാണ്. അപ്പോൾ കുറച്ച് കറങ്ങിയണ്ട. അപ്പോൾ നേരത്തെ കൊടുത്ത ഓർഡറിൽ ലാൻഡ് മാർക്ക് പറഞ്ഞപ്പോൾ കസ്റ്റമർ അത് പറഞ്ഞു തരാനുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലാണ് ലാൻഡ് മാർക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർ എങ്ങനെ കറക്റ്റായിട്ട് പറയണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം ഞാൻ വേറെ വഴി കയറിപ്പോയി. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് എല്ലാ ലേഡീസും അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർ കറക്റ്റ് വഴി പറഞ്ഞ്, ചില ആൾക്കാർക്ക് കുറച്ച് വീക്കാണ്. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഇവിടെയാണ് പറഞ്ഞത് ഇമ്പീരിയൽ കിച്ചൺ. ഓ നല്ല വെയിലാണല്ലോ, എന്ത് പറ്റി ഇന്ന്? ഒത്തിരി മഴ കണ്ടേ കൊള്ളായിരുന്നു, സർജ് കിട്ടുമായിരുന്നു, കണ്ടൻറ്റ് പോകായിരുന്നു. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നും പെയ്യില്ല അതൊന്നും, അല്ലെങ്കിൽ അടിച്ച് പെയ്യും, നനച്ച് കളയും. അല്ല കല്യാണത്തിന് എൻഗേജ്മെൻറ്റൊക്കെ പോകുമ്പോൾ ഫുൾ മഴയായിരിക്കും. ആ സമയത്തൊക്കെ ഫുൾ നനഞ്ഞ് കോപെന്ന് ഇല്ലാതായി ഇപ്പോൾ ഡ്രസ്സൊക്കെ അല്ലേ. ഇപ്പോൾ നമുക്കൊരു മഴ പോലും ഇല്ല. അറിയിച്ചു. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ആ വ്ളോഗ് യൂട്യൂബ് റെഡി വരില്ലോ അല്ലേ? ഓക്കെ വെയിറ്റ് ചെയ്യാം. നല്ല വെയിലല്ലേ എൻ്റെ അമ്മോ. കുറച്ചിരിക്കാൻ പാ കസാരയില്ല, വണ്ടി വെയിലെത്തിക്കാണല്ലോ. എന്ത് ചെയ്യാം, വണ്ടി ഒതുക്കി എവിടെ കൊണ്ട് വയ്ക്കുക, എല്ലായിടത്തും വെയിൽ തന്നെ. ശരി ഇവിടെ നിൽക്കിയിട്ട് കുഴപ്പമില്ല. അമ്മോ എന്തൊരു വെയിൽ ഇത്, എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡർ വരും വരെ കുറച്ച് മൊബൈൽ നോക്കാം. പിന്നെ ഇലക്ഷൻ റിസൾട്ടാണ്, ഇപ്പോൾ ലൈവ് നോക്കാം. UDF 17 സീറ്റ്, BJP 2 സീറ്റ്, LDF 1 സീറ്റ് കേരളത്തിൽ. LDF ഡൗൺ ആയല്ലേ. സെൻട്രലാണെങ്കിൽ NDA 276, കോൺഗ്രസ് 250. BJP ഡൗൺ ആയല്ലോ സെൻട്രലല്ലേ, കുറച്ച് കുറഞ്ഞ്, നല്ല കുറഞ്ഞ്. ഓക്കെ റെഡി വന്ന് 8607. ഇത് തന്നെ 8607. ഓ ഇരുന്നപ്പോൾ ബട്ടക്സ് പൊള്ളി. എൻ്റെ അമ്മോ ഒത്തിരി വെയിലിത്, സീറ്റ് അടുപ്പ് പോലായിപ്പോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പരുത്തിപ്പാറയാണ്. ഇവിടുന്ന് 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ടിക്ക മസാല, പിന്നെ വീറ്റ് പൊറോട്ടയാണ്. മണിപ്പോൾ കറക്റ്റ് 1 ആയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ സമയമുണ്ട്. 2 മണിക്കൂറിൽ ഒരു 8 ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. 8 അല്ല, ഒരു 6 ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. ഒരു ദിവസം 1000 ഉണ്ടാക്കണം കറക്റ്റായിട്ട്. 1000 ഉണ്ടാക്കി ഒരു 7 ദിവസം 7000 കൈ വരും. അപ്പോൾ ഒരു 3 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ 24 കൈ വരും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിവസം ഒരേപോലെ ഓർഡർ ആയിക്കില്ല. ചില ദിവസം കുറയും, ചില ദിവസം കൂടും, ചില ദിവസം മഴ കാരണം നല്ല ഓർഡർ കിട്ടും. ഇതിൽ ചില ആൾക്കാർ രാവിലെ 7 മണി തൊട്ട് രാത്രി 12 മണി ഓടും. അവർക്ക് എങ്ങനെ പോയാലും 2500 അടുപ്പിച്ച് കിട്ടുമായിരിക്കും. നല്ല വർക്ക് ചെയ്ത് നല്ല ശമ്പളം. പൈസ കൂടുതൽ വേണമെങ്കിൽ ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യണം. പൈസ കുറച്ച് മതിയെങ്കിൽ അത്രയ്ക്ക് മതി. ലൊക്കേഷൻ എത്താറ് ആർടെക് ഫ്ലാറ്റ്, ഇവിടെ റൈറ്റ് സൈഡിലാണ് പോകേണ്ടത്. തകരമ്മിപ്പൂ സിഗരമ്മാച്ച്, സകരമ്മിപ്പൂ തങ്കമ്മാച്ച്. ബൈക്ക് എവിടെ കൊണ്ട് വയ്ക്കാം? ഇവിടെ വയ്ക്കാം, കുഴപ്പമില്ലല്ലോ. A block, second floor. ഓക്കെ ശരി.
A block. ഡൽഹി സമാറ്റോ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ പോട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 56.80 അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം ദേശി കുപ്പയാണ്. കപ്പയ എന്തോ പേര്. ദേശി CUPP ആണ് ഇട്ടിരിക്കുന്നത്. കുപ്പയായിരിക്കും മിക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകേണ്ട സ്ഥലം നാലഞ്ചിറയാണ്. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ഇവിടെ എവിടെയാണ് ദേശി കുപ്പ പറഞ്ഞത്? ഇവിടെ എന്നാ പറഞ്ഞത് ദേശി കുപ്പ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. നോക്കട്ടെ ഫോട്ടോയിലുണ്ടോ? ഷേ ഇതാണ് പിടിക്കാത്തത്. ഇങ്ങനെയൊക്കെ തരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ മാപ്പ് നോക്കി, മാപ്പല്ല ഫോട്ടോ നോക്കിയായിരുന്നു. നോക്കിയപ്പോൾ ഇവിടെയല്ലേ കാണിക്കുന്നത്, അപ്പുറത്തായിരിക്കും, മെയിൻ റോഡായിരിക്കും. ഓക്കെ ലൊക്കേഷൻ എത്തി. ഇത് തന്നെ ദേശി കുപ്പ. ഓക്കെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോന്നാ കമോ. ഓക്കെ അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണ്ണാമ്പലിയുടെ 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് ചീസ് ബർഗറാണ്. ചീസ് ചിക്കൻ ബർഗർ. ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം അപ്പോൾ ആക്റ്റീവ് ആവുള്ളൂ അല്ലേ. ഭയങ്കര വെയിലിട്ടോ, രക്ഷയില്ല. ഭയങ്കര വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. ആ സമ്മർ ടൈമിൽ വെയിൽ അത്ര ഇല്ല, എന്നാലും നല്ല വെയിലുണ്ട്. ഒന്ന് മഴ പെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പകൽ വ്ളോഗ് ചെയ്യാത്തത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് മാപ്പ് നോക്കണം, റൂട്ട് നോക്കണം, വ്ളോഗും ചെയ്യണം, വെയിലും കൊള്ളണം, എല്ലാം കൂടെ പാടാണ്. അതാണ് പകൽ വ്ളോഗ് മാക്സിമം കുറയ്ക്കേണ്ടത്. മഴയാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാറ്. അടുത്ത പ്രാവശ്യമായിട്ട് മഴ ചെയ്യാം. ഒരു ചൂട് എൻ്റെ അമ്മോ. ഓക്കെ ലൊക്കേഷൻ എത്താറായി. കുറച്ച് കറങ്ങി കേട്ടോ. മാപ്പ് നോക്കി തെറ്റിപ്പോയി. വേറെ വഴി കയറി. ശരി കുഴപ്പമില്ല, ഇങ്ങനെ എത്തി. എന്ത് റോഡ് കണ്ടോ, കിടപ്പ് കണ്ടോ എൻ്റെ അമ്മോ. ഈ മഴയത്ത് പൊട്ടിയ റോഡായിരിക്കില്ല ഇത്. എൻ്റെ ഫുള്ളും കരിങ്കല്ല് തന്നെ. അയ്യോ എന്തോ ഇത് റോഡ് തന്നെ ഇത്. ഏതൊരു ഓർമ്മയിൽ പോയി വഴി തെറ്റിപ്പോയി. പിന്നെ മാപ്പ് നോക്കിയപ്പോൾ വഴി വേറെ വഴിയായിരുന്നു. പിന്നെ കുറേ കറങ്ങി കിടന്നു ആവശ്യമില്ലാതെ. പക്ഷേ 172 ഇവിടെ തന്നെ. ഇവിടെ അല്ലേ? ശരി താങ്ക് യു. അപ്പോൾ ഒരു വെയിലല്ലേ, സഹിക്കാൻ പറ്റില്ല. ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, വെള്ളം ദാഹം. ഓക്കെ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 78.57 ഇതിനൊരു ടിപ്പുണ്ട് 20 രൂപ. അടുത്ത ഓർഡർ അടിച്ചൊരു മിനിറ്റ്. പേരൂർക്കട ആയിരിക്കും. പേരൂർക്കട വലിയ റെസ്റ്റോറൻറ്റ്. ഓക്കെ നമ്മൾ തന്നെ പേരൂർക്കട എത്തി. വലിയ റെസ്റ്റോറൻറ്റ്, വലിയ കടയിൽ റെസ്റ്റോറൻറ്റ്. അവിടെ ഇത് തന്നെ. ഇതാണ് അപ്പുറത്താണ് 2 റെസ്റ്റോറൻറ്റ്. ഓക്കെ ഫുഡ് റെഡിയായി. ബാ പോയി എടുക്കാം. 338 ഇതാ. ഇത് ക്യാമറയാണ്, ഗോപ്രോ. ഇത് വന്നിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഇത് വ്ളോഗ് യൂട്യൂബർ. ഇത് കംപ്ലൈൻറ്റ് അടി കിട്ടിയത് ഇവിടെ അടിച്ച് പോട്ടാ. ഓക്കെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണ്ണന്തലയാണ്. ഇവിടുന്ന് 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 ബട്ടർ സ്കോച്ച് ഷേക്കാണ്. നല്ല വെയിലിട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. വെള്ളം എന്താ സഹിക്കാൻ പറ്റില്ല. ഞാൻ വെള്ളം കുടിച്ചാൽ 10 ഡ്രിങ്ക്സ് കുടിച്ചപ്പോൾ ആശ്വാസമായി. തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല വെയിൽ സമയത്ത്. ഞാൻ മഴയത്ത് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിറങ്ങിയാണ്. എന്തായാലും ഈ മാസം ഉടനെ അടുത്ത മഴ കാണും. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ടച്ച് ആൻഡ് ഗ്ലോ ബ്യൂട്ടി പാർലർ ഇവിടെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ. ഇവിടെ അല്ലേ? ഓക്കെ ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഓക്കെ പോന്നാ. സഹിക്കാൻ പറ്റില്ല വെയിൽ. എൻ്റെ അമ്മ രക്ഷയില്ല. ഒരു ഫുൾ ടൈം യൂട്യൂബർ ആവാൻ നോക്കണം, നടക്കൂലേ. ഇത്രയും സംഭവിച്ചില്ലേ, ഇനി ബാക്കി കുറച്ചുകൂടെ ഉള്ളല്ലോ. ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മണ്ണന്തലയാണ്. നമ്മൾ നേരെ പോകുന്ന പട്ടത്താണ്. മണി ഇപ്പോൾ 2:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് 2:45 മണിയാവും. പിന്നെ ഒരു 15 മിനിറ്റ് ഉണ്ട്. ആ 15 മിനിറ്റിൽ ഓരോ ഓർഡർ അടിച്ചില്ലെങ്കിൽ ഇല്ല, നേരെ വീട്ടിൽ പോകും അല്ലേ. അടിച്ചു കയറി വാ, കട്ടക്ക് നിൽക്കണം. വാ കള്ളോ കപ്പയോ മീനോ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്. അടിച്ചു കയറി വാ. കോമഡി ഇല്ലേ? നമ്മളെ ഡയലോഗ് പോലെ അല്ലേ, അടിച്ചു കയറി വാ, കട്ടക്ക് നിൽക്കണം. വാ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്ക്വയർ ബണ്ണാണ്. എവിടെ അത്? ടിപ്പുണ്ട് 10 രൂപ. വിവേകാനന്ദ നഗർ, കേശവാസപുരം. പോന്നാ അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ ബൺ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടാ. കംപ്ലീറ്റ് സ്കൂൾ ബസ് നിൽക്കുകയാണ്. കാരണം സമയമായില്ലേ സ്കൂൾ വിടാനായിട്ട്. അവരെ പിക്കപ്പ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബൈക്ക് കൊണ്ട് അപ്പുറത്ത് പാർക്ക് ചെയ്ത് നടന്നാണ് പോകുന്നത്. 500 മീറ്റർ, 300 മീറ്റർ. ശരിയാ. ഒടുക്കത്തെ വെയിലായിപ്പോയിട്ടാ. മഴ ക്ലൈമറ്റൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ മഴയില്ല, മണ്ണാങ്കട്ടയില്ല. ഇതല്ലോ. ഓക്കെ അപ്പോൾ ഗ്യാസിക്കകത്ത് പോയ സുഖം എന്ന് പറയുമ്പോൾ തണുപ്പായിരിക്കണം. ഇത് വല്ലാത്തൊരു വെയിലായിപ്പോട്ടാ. ടാപ്പായി പോയല്ലോ. വെയിറ്റ് ചെയ്യണം. കറി പോയിക്കോട്ടെ ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം നന്ദൻകൂടാണ്. ഇവിടെ 2.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയില്ല. വട്ടയപ്പം എന്തോ മാത്രം കണ്ട്. വട്ടയപ്പം ബർഗർ എന്തോ സംഭവമായിരുന്നു. നമ്മളങ്ങനെ മ്യൂസിയം എത്തിയിട്ടുണ്ട്. നേരെ കാണുന്ന മ്യൂസിയം ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്, നന്ദൻകോട്. ഓക്കെ, യാവൂച്ചി മണ്ടേല ഡുറങ്ങുത് ഒന്നാന പാക്കയില സിറങ്ങുത് കിട്ടാണി വന്നാല ഡറങ്ങുത് ഡറങ്ങുത്. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ബൈൻസ് കാമ്പൗണ്ട് മ്യൂസിയം. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റാ. ഓക്കെ ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് ഇതിൻ്റെ അകത്താണെന്നാണ് കാണിക്കുന്നത് മാപ്പ്. പക്ഷെ ഇവിടെ ആയിരിക്കും, നോക്കാം. ഇതിനെ ലൊക്കേഷൻ കറക്റ്റ് തന്നെ. ഇവിടെ അല്ല, ഇവിടെ അല്ല, തെറ്റി മാറിപ്പോയി. ഇവിടെ ഓക്കെ, ലൊക്കേഷൻ മാറിപ്പോയി, സോറി. അപ്പുറത്തെ ലെഫ്റ്റ് ആയിരുന്നു. മാപ്പിനെ സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റുള്ളൂ എങ്ങോട്ടാണെന്നുള്ളത്. അത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയിട്ട് കറക്റ്റ് കാണാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ശരി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇവിടെ അല്ലേ? ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32 രൂപ പ്ലസ് 10 രൂപ ടിപ്പ്, 42 കിട്ടിയിട്ടുണ്ട്. അടുത്ത് എങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അടുത്ത ഓർഡർ അടിക്കുന്ന വെയിറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? മണി ഇപ്പോൾ 2:53 ആയിട്ടുണ്ട്. ഇനി ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാമല്ലേ? നോക്കട്ടെ. ഓക്കെ, നമ്മൾ വീട്ടിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി ഇപ്പോൾ 3:30 മണിയായി. ഒന്ന് ഫേസ് വാഷ് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ വാങ്ങിച്ചാൽ നാരങ്ങ കലക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കുടിക്കാം. എന്തായാലും ചോറ് കഴിച്ചിട്ട് ലാസ്റ്റ് വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ 7 ഓർഡറാണ്. ഓടി കിലോമീറ്റർ 50 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 334. ഇതിന് 30 ട്രിപ്പ് ഉണ്ട്. ഇന്നത്തെ ഓർഡർ നഷ്ടമാണ് സത്യം പറയാം. ഇൻസെൻറ്റീവ് അടിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല, വൈകിട്ടോട് ഓടുമ്പോൾ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റും, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ഉച്ചയ്ക്ക് വൈകിട്ട് ചേർത്ത് 1000 നമ്മൾ സമ്പാദിക്കാൻ പറ്റുമായിരിക്കും. നോക്കാം, എന്തായാലും 1000 കിട്ടുമായിരിക്കും. ഇതായിരിക്കും കണക്ക് അല്ലേ? എന്നെ വശോട്ടേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് തളർന്നു. ഭയങ്കര വെള്ളം തളപ്പം. നല്ല വെയിലായിരുന്നു. ഇതാ വെള്ളം, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇതിന് കംപ്ലീറ്റ് ബോഡി വാങ്ങല്ലേ, ഇത് വെള്ളം കൊള്ളൂല. അപ്പോ അതൊന്നുമില്ല, ചോറ് കഴിക്കാൻ പോണം. ചോറ് കഴിക്കാൻ കാണിക്കണം, കഴിച്ചിട്ട് എൻ്റെ അല്ലേ. പിന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞത് ചോറ്, തീയൽ, മോര്, മുട്ട ഓംപ്ലേറ്റ്, ഗോവയ്ക്ക തോരൻ, ബീട്രൂട്ട് തോരൻ. ഇതൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അതുപോലെ തിന്നു കഴിഞ്ഞാൽ നല്ല വണ്ണം വയ്ക്കാം. അപ്പൊ ജിമ്മാവും തുടങ്ങിയ സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? ജിമ്മായ നോക്കട്ടെ, മസിൽ പോട്ട്. മസിൽ വെച്ച് പൊളി കേട്ടാ. അശ്വട്ടിയിൽ ആരാല്ലേ ഇപ്പൊ കട്ടിൽ മറ്റാക്ക് പൊക്കി എടുക്കും. അശ്വട്ടിയില്ലേ മറ്റാക്ക് പൊക്കി എടുത്ത് താഴെ ഇറക്കി വെക്കും. മറ്റാക്ക് മാഷാക്ക് പൊക്കിയുണ്ടോ അശ്വട്ടി? എന്തോ നല്ല ആരോഗ്യം ഉണ്ടല്ലോ അശ്വട്ടി. ഇങ്ങനെ പറ്റിയത് എങ്ങനെയാ? എത്ര ആരോഗ്യം വെച്ചത്? മതി. എങ്ങനെ എന്ത് പറ്റി? ജിമ്മിൽ പോണ വൈകിട്ട് വലിയ പിള്ളായി അല്ലേ? നല്ല ആരോഗ്യം വെച്ച്. ശരി, അപ്പോൾ കഴിക്കാം. ഇപ്പം കറി കഴിക്കാം. കറി വേണ്ട, മോര് കഴിക്കാം. രസം ഇവിടെ ഉണ്ട്. പാതിയേ ഉള്ളൂ, രാവിലെ വെച്ചാണ്. ഇത് കഴിച്ചേക്കാം. മോര് കഴിക്കാം. ഇന്നത്തെ ഫുഡ് മോര് കഴിക്കാം. ഓക്കെ, ഇപ്പം നല്ല വരവിട്ടുണ്ട്. മോര് കഴിച്ച് സൂപ്പർ കേട്ടാ, അടിപൊളി. ഇതാണ് പറ്റിയ ആഹാരം. ചൂട് സമയത്തൊക്കെ മോര് വെച്ച് കഴിച്ചാൽ നല്ലതാണ് അല്ലേ? ആവശ്യം വെച്ചാൽ വീഴല്ലേ കസാരന്ന്. കസാര വീഴല്ലേ. അപ്പോൾ തീയിലും ചോറും ഒന്ന് മിക്സ് ചെയ്യണം. സൂപ്പർ, അടിപൊളിയായി. തോരൻ എടുക്കുക, കുറച്ചിവിടെ വയ്ക്കുക. പിന്നെ കോവയ്ക്ക തോരൻ അത് കുറച്ച് വയ്ക്കുക. പിന്നെ രസോടെ ലാസ്റ്റ് എടുക്കാം. രണ്ടും കൂടെ ഒന്ന് ഉരുട്ടി ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ട് അമ്മ പോയി അടിപൊളി കോമ്പിനേഷൻ. വേറൊന്നും വേണ്ട, പൊളി അടിപൊളിയാണ്. ഇതിനെ പറ്റിയ ഫുഡ്. വെയിലത്ത് മോരൊഴിച്ച് അതെ കറി വെച്ച് മുട്ട ഓംപ്ലേറ്റോ തോരണം മതി. വലിയ കാരണം പറയാമല്ലോ. വൈഷൂട്ടി ഞങ്ങൾ വളർന്ന് വലുതായിട്ടുണ്ട്. അടുത്ത് UKG പോകാൻ പോയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 10-ാം തീയതിയാണ് അല്ലേ? പഠിച്ചു തുടങ്ങാം നല്ല പോലെ, പഴയ പോലെ. എല്ലാം മറന്നാ പഠിച്ചതൊക്കെ? കുറച്ചൊക്കെ മറന്ന്. ശരി, അത് കുഴപ്പമില്ല, ശരിയാവും. അപ്പൊ ഇന്ത്യ പോയാണ്. വേറെ പറയാനല്ലോ, ഒന്നും പറയാനല്ലോ. അപ്പോ ജീവിതത്തില് ബാ 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 ബാ
ആ ഓക്കെ, അപ്പോൾ എൻ്റെ ആയിട്ട് ശരി ശരി. അപ്പോൾ എനിക്ക് പോലെ വയസ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയില്ല, കഷ്ടപ്പെട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ ബൈ. ഓക്കെ മതി, കൈ കളയ്ക്കണം. ഓക്കെ.